Hello friends, ഇന്ന് ഞാൻ ഇവിടെ Macrame Plant Hanger ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് 6 cm ഒരു വുഡൻ റിംഗ് എടുക്കുക. നമ്മൾ പ്ലാന്റ് ഹാങ്ങറിലെ ത്രെഡിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പഴയ വളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു 8 4mm സിംഗിൾ സ്ട്രാൻഡ് കോഡ് എടുക്കണം. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ഓഫ് വൈറ്റും 4 ഗ്രീനാണ്. 380 cm ആണ് ലെങ്ത് വരുന്നത്. അതിന് ആൾട്ടർനേറ്റീവായിട്ട് ഈ റിങ്ങിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്യാം. ഇനി ഒരു 80 cm 4mm സിംഗിൾ സ്ട്രാൻഡ് എടുക്കുക. അത് വെച്ചിട്ട് നമ്മുടെ ഗ്യാതറിങ് നോട്ടാണ് കെട്ടിക്കെടുക്കുന്നത്. മുമ്പുള്ള വീഡിയോസിലൊക്കെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ലൂപ്പ് ഫോം ചെയ്തിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് നമുക്ക് എത്രയാണോ വീതിയിൽ വേണോ, ഒരു 4 cm ലെങ്ത്തിലൊക്കെ ഗ്യാതറിങ് നോട്ട് ഉണ്ടാകും ഒരു ഏകദേശം. അപ്പോൾ അതിൻ്റെ എൻഡ് ഒരു നമുക്ക് മതിയാവുന്ന രീതിയിൽ നിർത്തുക. അങ്ങനെ റോൾ ചെയ്ത് അതിന് ശേഷം ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മേലത്തെ പോർഷൻ ജസ്റ്റ് പുൾ ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ ലോക്കായിട്ടുണ്ടാവും. ഇതാണ് ഗ്യാതറിങ് നോട്ട്. അപ്പോൾ അതിന് ശേഷം ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ട്രിം ചെയ്ത് കളയണം. ട്രിം ചെയ്ത് കളയുന്ന കൂടെ അത് നമ്മൾ കുറച്ച് തള്ളി നിൽക്കുന്നുണ്ടാവും, അത് സിസർ വെച്ച് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതവിടെ കറക്റ്റായിട്ട് ലോക്കായി നിൽക്കുന്നതുകൊണ്ട് അഴിഞ്ഞു പോരുമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു 2 ഗ്രീൻ കോഡും അതേപോലെ തന്നെ 2 ഓഫ് വൈറ്റ് കോഡും എടുക്കണം. അപ്പോൾ സെൻറ്ററിൽ ഓഫ് വൈറ്റും ആദ്യത്തിലും അവസാനത്തിലും ഗ്രീനും വരുന്ന രീതിയിലാണ് എടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഇതിൻ്റെ ബേസിക് വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇത് മനസ്സിലാവാത്തവർ അത് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക, സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 12 നോട്ട്സ് വരുന്ന വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ആദ്യത്തേത് കംപ്ലീറ്റ് ആയി. ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് 4 ത്രെഡ് എടുക്കുക. ശ്രദ്ധിക്കേണ്ടത് ആദ്യവും അവസാനം ഗ്രീൻ വരുന്ന രീതിയിൽ, ഓഫ് വൈറ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ 4 സെറ്റായിട്ടാണ് ഇതുണ്ടാകുക. ഇനി ഒരു ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 2 cm ഗ്യാപ്പ് വരുന്ന രീതിയിൽ നെക്സ്റ്റ് വൈറ്റിനെ ആദ്യം വയ്ക്കുക, അവസാനം വയ്ക്കുക. സെൻറ്ററിൽ ഗ്രീൻ വരുന്ന രീതിയിൽ വീണ്ടും സ്ക്വയർ നോട്ട് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് ഇതുപോലെ ഉണ്ടാകും. നമ്മളിങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഈ ഒരു ട്വിസ്റ്റിങ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 6 നോട്ട്സ് വരെ നമ്മൾ കെട്ടിക്കൊടുക്കുക. ഇത് 4 ത്രെഡിലും ഇതേപോലെ തന്നെ ചെയ്യണം, 4 പോർഷനിലും ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ വരും, കറക്റ്റ് ഒരേ ലെങ്ത്തിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ളത് സ്പൈറൽ നോട്ടാണ്. സ്പൈറൽ നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് സ്ക്വയർ നോട്ടാണ്. അതായത് നമ്മൾ ഏത് സൈഡിലാണോ കെട്ടിക്കൊടുക്കുന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിതിലൊരു 5 ഹാഫ് സ്ക്വയർ നോട്ട് ചെയ്യുമ്പോഴാണ് അത് ട്വിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് ട്വിസ്റ്റ് ചെയ്ത് ഇനി അതിനെ ജസ്റ്റ് ഒന്ന് ഇതാക്കുക. അപ്പം വീണ്ടും ഇതേപോലെ തന്നെ ഒരു 5 എണ്ണം കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഒരു ടോട്ടൽ ഒരു 15 ഹാഫ് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കുക. ഇപ്പോൾ 3.8 മീറ്റർ ലെങ്ത്തിൽ ഞാൻ ഇത്രയാണ് എൻ്റെ ഡിസൈനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മേലെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതായത് നമ്മുടെ സ്ക്വയർ നോട്ട് വീണ്ടും ഒരു 6 എണ്ണം തന്നെ വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അതുപോലെ തന്നെ വരണം. അതിൻ്റെ ഇടയിൽ സ്പൈറൽ നോട്ട്, അങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇത് വരുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 6 കഴിഞ്ഞതിന് ശേഷം ഇനി നെക്സ്റ്റ് നമ്മൾ മേലെ ചെയ്തില്ലേ ഗ്രീനിൻ്റെ, അതുപോലെ തന്നെ ആദ്യവും അവസാനം വീണ്ടും ഗ്രീൻ എടുക്കുക. ഒരു 1.5 അല്ലെങ്കിൽ 2 cm ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു 12 സ്ക്വയർ നോട്ടാണ് മേലെ ചെയ്തത്. ഇവിടെ ഒരു 10 ആണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതാക്കാം. അപ്പോൾ അതേപോലെ 4 എണ്ണത്തിൽ നമ്മളിങ്ങനെ 4 സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 cm മാർക്ക് ചെയ്യാം. ആ സ്ക്വയർ നോട്ടിൻ്റെ എൻഡ് തൊട്ടിട്ട് ഒരു 10 cm മാർക്ക് ചെയ്തതിന് ശേഷം ആദ്യത്തെ സെറ്റിൽ നിന്ന് 2 എണ്ണവും അവസാനത്തെ സെക്കൻഡ് സെറ്റിൽ നിന്നും 2 എണ്ണം എടുക്കുക. അതായത് നടുവിൽ ഗ്രീൻ വരുന്ന രീതിയിൽ. എന്നിട്ട് വീണ്ടും ഒരു സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ളതിലും ചെയ്യുക. അപ്പം ടോട്ടൽ ഒരു 4 സ്ക്വയർ നോട്ട് ഉണ്ടാകും.
അപ്പോൾ അത് നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പ്ലാന്റ് ഹാങ്ങേഴ്സിൽ ഇപ്പം പോട്ട് വെക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഗ്യാതറിംഗ് നോട്ട് കെട്ടിക്കൊടുക്കണം. ഇതും അതേപോലെ തന്നെ ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം 80 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള 4mm സിംഗിൾ സ്ട്രാൻഡ് എടുത്തിട്ട് മേലെ ചെയ്തതുപോലെ തന്നെ ഗ്യാതറിംഗ് നോട്ട് കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റ് ആയിരിക്കണം, ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ലൂപ്പ് ലൂസാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് നോട്ട് തന്നെയാണ് ഗ്യാതറിംഗ് നോട്ട് എന്ന് പറയുന്നത്. ഒരു 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. അതേപോലെ പുള്ള് ചെയ്തെടുക്കുക, ബാക്കിയുള്ള പോർഷൻസ് കട്ട് ചെയ്യാം. സോ ഇത് ഇനി ബാക്കി വരുന്ന ഫ്രിഞ്ചസ് ഉണ്ടല്ലോ, ഇനി നമുക്ക് ഫ്രിഞ്ചസ് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഏതാണ്ട് ഒരു 15 സെൻറ്റിമീറ്ററാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ വേണമെങ്കിൽ അതേപോലെ നമുക്ക് കോംബ് ചെയ്തെടുക്കാവുന്നതാണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് പ്ലാന്റ് ഹാങ്ങേഴ്സൊക്കെ ഇതിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച്.